എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ നമ്മുടെ നരച്ച മുടി കറുപ്പിക്കാമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ പറയട്ടെ, ഞാൻ വേറൊരു ഇൻട്രോ എടുത്തായിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ മുടി എൻ്റെ മുടി നേരത്തെ കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാം, ഞാൻ മുടി കളർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുടി കളർ ചെയ്ത മുടിയിൽ ഇന്നത്തെ എല്ലാ പ്രോസസ്സൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ എൻ്റെ കളർ ചെയ്ത മുടി ബ്ലാക്ക് ആയി. അപ്പോൾ ഇതിന്റെ ട്വിസ്റ്റ് ഉള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗ്രേ ഹെയറിന് ബ്ലാക്ക് ആക്കുന്ന വീഡിയോ ചെയ്യണം, എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. നമുക്കിപ്പോൾ ഗ്രേ ഹെയർ വരാനെ കൊണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം ഏജ് ഒന്നുമില്ല, ഇപ്പം ചെറിയ പ്രായം തൊട്ടേ ഗ്രേ ഹെയർ വരുന്നവരൊക്കെ ഉണ്ട്. പിന്നെ ചിലർക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ വളരെ കോൺഷ്യസ്, അവർ ഭയങ്കര കോൺഷ്യസ് ആയിട്ടുള്ള കാര്യമായിരിക്കും, മുടിയും പിന്നെ ഗ്രേ ഹെയറും ഒക്കെ. അത് അവരുടെ കോൺഫിഡൻസിനെയും അതുപോലെ അത് ആലോചിച്ചിരുന്ന് സ്ട്രെസ് അടിച്ച് ടെൻഷൻ അടിക്കുന്നവരൊക്കെ ഉണ്ട്. എനിക്ക് തന്നെ പേഴ്സണലായിട്ട് പരിചയമുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന നാച്ചുറൽ ആയിട്ടുള്ള മൈലാഞ്ചി പൊടിയും നീലയമരിയുടെ പൊടിയും ചേർത്തിട്ട് നമുക്ക് എങ്ങനെ വീട്ടിൽ തന്നെ നമ്മുടെ മുടി കറുപ്പിക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇൻഡസ് വാലിയുടെ ഹെന്നയും ഇൻഡിഗോ പൗഡറുമാണ് ഉപയോഗിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ആമസോണിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. നിങ്ങൾക്ക് ഇപ്പോൾ ഏത് ബ്രാൻഡ് നിങ്ങൾ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അങ്ങാടിക്കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അങ്ങനെ വാങ്ങിച്ചിട്ട് ഉപയോഗിക്കാം കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാനുള്ള, മുടി കളർ ചെയ്ത ആൾക്കാർ നിങ്ങളുടെ മുടിയുടെ കളർ പോവരുത് എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കളർ ചെയ്ത ഭാഗത്ത് ഹെന്നയും ഇൻഡിഗോ പൗഡറും അപ്ലൈ ചെയ്യാതിരിക്കുക. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുമ്പോൾ കളർ ചെയ്ത് പോയിട്ട്, ഇപ്പം നിങ്ങൾ കളർ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിട്ട് പോയിട്ട് നിങ്ങൾക്ക് അത് സ്യൂട്ടായില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേഗം നിങ്ങളുടെ മുടി കറുപ്പിക്കാം. എങ്ങനെയാണെന്നോ, ഇതേ ഹെന്നയും ഇൻഡിഗോ പൗഡറും യൂസ് ചെയ്തുകൊണ്ട് തന്നെ. അപ്പോൾ ഹെന്നയും നമ്മൾ കളർ ചെയ്ത മുടിക്ക് പോലും നമ്മൾ ഹെന്ന അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഹെന്നയുടെ കളർ ചെയ്ത മുടിക്ക് വരും. എന്നിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ ഇൻഡിഗോ പൗഡർ അപ്ലൈ ചെയ്യുമ്പോൾ ഇതുപോലെ ബ്ലാക്ക് കളർ ആവും കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് യൂസ് ചെയ്യുന്നത്, ഇൻഡിഗോ പൗഡർ. ഹെന്ന ഇതിനു മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇൻഡിഗോ പൗഡർ യൂസ് ചെയ്തിട്ട് എൻ്റെ നരച്ച മുടിയും കറുത്തു, അതുപോലെ എൻ്റെ കളർ ചെയ്ത മുടി നല്ല ബ്ലാക്ക് ആയിട്ട് കിടക്കുന്നു. ഞാൻ ഒംബ്രയായിരുന്നു ചെയ്തിരുന്നത്. ഇപ്പം എൻ്റെ അത് അറിയാൻ പോലും ഇല്ലാത്ത കണക്ക് എൻ്റെ മുടി ബ്ലാക്ക് ആയിട്ടുണ്ട്. എന്നെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എൻ്റെ മുടിയുടെ കളർ നിങ്ങൾ നോക്കണം. ആൻഡ് എൻഡിലുള്ള എൻ്റെ മുടിയുടെ കളർ നിങ്ങൾ നോക്കണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിരിക്കും. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എഫേർട്ട് കുറച്ച് ഇടണമെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാ വീക്കെൻഡിലും ഒരു വട്ടം ചെയ്യാം. ഇതിപ്പോൾ ഫസ്റ്റ് ടൈമിൽ തന്നെ എനിക്ക് ഇത്രയും റിസൾട്ട്, ഇത്രയും ബ്ലാക്ക് കളർ കിട്ടി. ഫസ്റ്റ് ടൈം തന്നെ ഇത്രയും കിട്ടി. അപ്പോൾ നിങ്ങൾ സ്ഥിരം ഇത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും എനിക്ക് തോന്നുന്നില്ല ഒരു നരയെങ്കിലും പിന്നെ കാണും എന്നുള്ളത്. ഈ കളർ ഫെയ്ഡ് ആവും കേട്ടോ. നമ്മളിപ്പോൾ ഇത് ഇന്ന് യൂസ് ചെയ്ത് ഇനി കുറേ നാളത്തേക്ക് യൂസ് ചെയ്യാതിരുന്നാൽ ഇത് കളർ മങ്ങി ഫെയ്ഡായിട്ട് വരും. നീലയമരി വന്നിട്ടുള്ള ഒരു ബ്ലാക്ക് കളർ വരുന്നത് കുറച്ച് ഫെയ്ഡ് ആവും. പക്ഷെ ആ ഹെന്നയുടെ കളർ അത് എന്തായാലും കുറേ നാൾ നിൽക്കും. അപ്പം നിങ്ങൾ ഇതിപ്പം ചെയ്യുന്ന ഒരു ഫ്രീക്വൻസി മന്ത്ലി ട്വൈസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് നര ഉണ്ടെങ്കിൽ വീക്ക്ലി വൺസ് വീതം വേണമെങ്കിൽ നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. കുറച്ച് എഫേർട്ട് എടുക്കണം, പക്ഷെ ആ എഫേർട്ട് വർത്താണ്. പിന്നെ നമ്മൾ ഹെന്ന മിക്സ് ചെയ്യുന്നതാണ്. ഹെന്ന മിക്സ് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് തേയിലവെള്ളത്തിന് കൂടെ തന്നെ കുറച്ച് കാപ്പിപ്പൊടി ഇടും. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഗ്രാമ്പും കൂടെ പൊടിച്ച് ചേർക്കും. ഒരു 8-10 ഗ്രാമ്പും കൂടെ പൊടിച്ച് ചേർക്കും. ഗ്രാമ്പ് നമ്മുടെ മുടി വളരാനൊക്കെയും ഹെൽത്തി ആയിട്ട് കീപ്പ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നല്ലപോലെ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഹെന്ന ഇടുമ്പോൾ നമ്മുടെ മുടി കുറച്ച് ഡ്രൈ ആവും. ഓൾറെഡി എൻ്റെ മുടിയൊക്കെ നല്ല ഡ്രൈ ആണ്. അപ്പോൾ ഒരുപാട് ഡ്രൈനെസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് യോഗട്ടും കൂടെ അതിനകത്ത് ചേർക്കാം. അപ്പോൾ മിക്സ് ചെയ്യുന്നതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് മിക്സ് ചെയ്യാൻ. ചിലർ ബീട്രൂട്ടിൻ്റെ ബീട്രൂട്ട് വേവിച്ചിട്ട് അതിൻ്റെ വെള്ളം യൂസ് ചെയ്യുന്നവരുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ യൂസ് ചെയ്യാം കേട്ടോ. വെറും വെള്ളം തന്നെ യൂസ് ചെയ്താൽ ഒരു കുഴപ്പമില്ല, അത് യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ അത് കീപ്പ് ചെയ്യുന്ന ഓരോരുത്തർക്കും നിങ്ങളിപ്പോൾ ഇന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് നാളെ എടുക്കുകയാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ഹെന്നയുടെ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. അതുപോലെ നിങ്ങളിപ്പോൾ യൂസ് ചെയ്ത് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കുമോ, 1 മണിക്കൂർ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്താലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ഇത് മിക്സ് ചെയ്തിട്ട് ഒരു 2 hours വെക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ മുടിയിൽ അപ്ലൈ ചെയ്യും. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇൻഡിഗോ പൗഡർ മിക്സ് ചെയ്യുന്നതാണ്. നമ്മൾ ഹെന്ന അത് കഴിഞ്ഞിട്ട് ഒരു 3-4 മണിക്കൂർ തലയിൽ വെച്ച് നല്ലപോലെ അത് പിടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ മുടി കഴിഞ്ഞ് വന്നിട്ട് എന്നിട്ട് വേണം ഇൻഡിഗോ പൗഡർ, അതായത് നമ്മൾ എപ്പോഴാണ് ഇൻഡിഗോ പൗഡർ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ആ സമയത്ത് തന്നെ അതിനെ മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാൻ നോക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇൻഡിഗോ പൗഡർ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സമയം കൂടുന്നൊരു ഒരു പച്ച കലർന്ന പോലത്തെ ഒരു മഷി പോലെ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുക. ആ മഷിയാണ് നമുക്ക് കളർ തരുന്നത്. അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫുള്ളായിട്ട് ഇറങ്ങുന്നതിന് മുന്നേ നമ്മുടെ തലയിൽ ഇരുന്നിട്ട് അത് നമ്മുടെ മുടിയിലേക്ക് പെൻട്രേറ്റ് ചെയ്ത് വേണം കളർ വരാനൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അന്നേരം മിക്സ് ചെയ്തിട്ട് അന്നേരം അപ്ലൈ ചെയ്യുക. അങ്ങനെയാണ് വേണ്ടത്. ഇനി ഹെന്ന എങ്ങനെ മിക്സ് ചെയ്യുന്നതെന്ന് നോക്കാം.
അപ്പോൾ നമുക്കിനി ഹെന്ന മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് തേയിലവെള്ളം ഉണ്ടാക്കാം. തേയില ഇട്ട് തിളപ്പിച്ചിട്ട് അതിനകത്ത് നമ്മൾ കുറച്ച് ഗ്രാമ്പൂ പൊടിച്ചതും പിന്നെ 1 സ്പൂൺ കാപ്പിപ്പൊടിയും ചേർത്തിട്ടാണ് ഈ വെള്ളം തിളപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ വെള്ളം തന്നെ നമുക്ക് ഇൻഡിഗോ പൗഡർ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഒരു 5 സ്പൂൺ തേയിലയാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. നമ്മൾ എടുക്കുന്ന ഹെന്ന പൗഡറിനനുസരിച്ച് വെള്ളവും തേയിലപ്പൊടിയും ഒക്കെ ചേർത്താൽ മതി. ഞാൻ 1 സ്പൂൺ കാപ്പിപ്പൊടിയാണ് ചേർക്കുന്നത്. ഇതൊരു 10ഓളം ഗ്രാമ്പൂ പൊടിച്ചതാണ്, ജസ്റ്റ് ഒന്ന് ചതച്ച് പൊടിച്ചതാണ്. ഇതും കൂടി ഇടാം. ഇനി ഇത് നല്ലപോലെ തിളച്ചിട്ട് നമുക്ക് ഓഫാക്കി എടുക്കാം. 2 മിനിറ്റ് ഒന്ന് തിളയ്ക്കാൻ വിടണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇപ്പം നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം തണുക്കാൻ വെക്കാം. ഇനി നമുക്ക് നമ്മുടെ തേയില വെള്ളം, നമ്മളെ തിളപ്പിച്ച വെള്ളം ഒരു കപ്പിലേക്ക് സ്ട്രെയിൻ ചെയ്തെടുക്കാം. മുടിക്ക് നീളമൊക്കെ ഉള്ളവർക്ക് കൂടുതൽ എടുക്കാം കേട്ടോ. കാരണം നമ്മുടെ ഫുൾ ലെങ്തൊക്കെ അപ്ലൈ ചെയ്ത് വരുമ്പോഴത്തേന് കൂടുതൽ എണ്ണ ആവശ്യമായിട്ട് വരും. ഇനി നമുക്ക് 2 സ്പൂൺ യോഗേർട്ട് ആഡ് ചെയ്യാം. ഇനി അതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇനി ഈ വെള്ളം ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഒരു ദിവസം ഇന്ന് ചെയ്തിട്ട് നാളെ എടുക്കുന്നെങ്കിൽ അങ്ങനെ പ്രശ്നമില്ല. അത് ഓരോരുത്തരുടെ ഇഷ്ടം. അപ്പോൾ ഞാൻ ഹെന്ന മിക്സ് ചെയ്തിട്ട് ഒരു 2 മണിക്കൂറാണ് വെച്ചത്. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇനി നമുക്കിത് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഒരു 3-4 മണിക്കൂർ എന്തായാലും വെക്കണം. അത് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നീലവരി അപ്ലൈ ചെയ്യാം. ഹെന്ന അപ്ലൈ ചെയ്യാനായിട്ട് എപ്പോഴും ഒരു ഗ്ലൗസ് യൂസ് ചെയ്യാം. നമ്മൾ ബ്രഷൊക്കെ വെച്ചിട്ട് അപ്ലൈ ചെയ്താൽ നമ്മുടെ മുടിയിൽ നല്ലപോലെ ആവത്തില്ല. അപ്പോൾ ഒരു ഗ്ലൗസ് യൂസ് ചെയ്ത് മാക്സിമം നമ്മളെ മുടിയിലാവുന്ന കണക്ക് നമുക്ക് അപ്ലൈ ചെയ്യാം. ഞാൻ ഗ്ലൗസ് ഇട്ടു. നമ്മളിപ്പോൾ മുടിയിൽ ഹെന്ന അപ്ലൈ ചെയ്യാൻ പോകുന്നത് പാർലറിലൊക്കെ അവർ അപ്ലൈ ചെയ്യുന്ന കണക്കാണ്. അപ്പോൾ നമുക്കിനി അപ്ലൈ ചെയ്യാം. നമ്മൾ ഫസ്റ്റ് ഇവിടുന്ന് ഒരു സെക്ഷൻ എടുത്തിട്ട് നടുക്കുന്ന ഒരു സെക്ഷൻ എടുത്തിട്ട് അതിനാണ് അപ്ലൈ ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ സ്കാൽപ്പിലും മുടിയിലും എല്ലാം അപ്ലൈ ചെയ്യാൻ നമ്മുടെ തല തണുക്കാനും മുടി കൊഴിച്ചിലും കാര്യങ്ങളൊക്കെ കുറയാനൊക്കെ നമ്മുടെ ഹെന്ന ഹെൽപ്പ് ചെയ്യും. സ്കാൽപ്പിൽ വരുന്ന കളറൊക്കെ ഒരു 2-3 ദിവസത്തിൽ കുളിക്കുമ്പോൾ നമ്മുടെ തലയിൽ നിന്ന് പോക്കോളൂ കേട്ടോ. അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഏതെങ്കിലും പഴയ ടവലോ പഴയ ടീഷർട്ടോ പഴയ ഡ്രസ്സൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. നമുക്ക് പഴയ ഒരു ടവൽ എടുത്തിട്ട്, ഞാൻ ഈ ഒരു പഴയ ടവലാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഇനി ഇവിടെ നല്ലപോലെ നമ്മുടെ വകുപ്പ് എടുത്തിട്ട് എന്നിട്ട് ഇനിയും ഇങ്ങനെ മുകൾ ഭാഗത്ത് അപ്ലൈ ചെയ്ത് തുടങ്ങുക. നല്ലപോലെ മുടിയിൽ റൂട്ട് തൊട്ട് എൻഡ് വരെ അപ്ലൈ ചെയ്യുക. അപ്പം എൻ്റെ മുടിയിൽ, എൻ്റെ തലയിൽ നരച്ച മുടി ഉണ്ടോ എന്ന് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവിടെ കുറേ നരച്ച മുടി ഉണ്ട് കേട്ടോ. ഞാൻ അത് കാണിക്കാൻ മറന്നുപോയി. ഇത് ഇവിടെയൊക്കെ ഇഷ്ടം പോലെ നരച്ച മുടി ഉണ്ട്, കണ്ടോ ഈ നരച്ച മുടികൾ. അപ്പോൾ നമ്മളിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഭാഗം തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം. കളർ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് അപ്ലൈ ചെയ്യുന്ന കുറച്ചൊരു മെനക്കെട്ട പണിയാണ്, പക്ഷെ നല്ല ക്ഷമയോടുകൂടി അപ്ലൈ ചെയ്യുക. നമ്മുടെ ഹെയർ ഫോളൊക്കെ കൺട്രോൾ ചെയ്യാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. ഇതിങ്ങനെ ആദ്യത്തെ ഇങ്ങനെ ഒരു ചെറിയൊരു വട്ടമായിട്ട് ഇങ്ങനെ ചുറ്റി വെക്കാം ആദ്യം. ഇനി ഓരോരോ സെക്ഷനായിട്ട് ഇങ്ങനെ തേച്ചിട്ട് ഇതുകൂട്ട് നമ്മൾ ഇതിനകത്തോട്ട് കൊണ്ടുവന്ന് ചേർത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ എല്ലാ മുടിയിലും അപ്ലൈ ചെയ്തിരിക്കുകയാണ്. ഈ മുഖത്ത് പറ്റിയതൊക്കെ നമുക്കൊന്ന് തുടച്ച് കളഞ്ഞാൽ മതി. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് മുടി അപ്ലൈ ചെയ്തേക്കുവാണ്.
ഇത് ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു കവർ വെച്ചിട്ട് കവർ ചെയ്തേക്കാം. ഡ്രൈ ആയിട്ട് ഇത് ഇട്ടിട്ട് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് കവർ ഇതാക്കാം. ഇനി നമുക്കൊരു 3-4 മണിക്കൂർ വെച്ചിട്ട് ഇത് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. ഇനി നമുക്ക് ഇൻഡിഗോ പൗഡർ എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇനി നമുക്ക് ഇൻഡിഗോ പൗഡർ എടുക്കാം. തേയിലയും കാപ്പിപ്പൊടിയൊക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളമാണ്. നമുക്കിനി ഇത് മിക്സ് ചെയ്യാം. പിന്നെ നമ്മൾ നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാം. ഇനി നമുക്ക് നീലാമ്പരി അപ്ലൈ ചെയ്യാം. പിന്നെ ഇത്രയും നേരം ഇത് ടവലിൽ കെട്ടി വെച്ചേക്കുമായിരുന്നു കൂടി. അപ്പം നമ്മൾ എന്ത് കാര്യവും ഒരു വട്ടം ചെയ്തെന്ന് വെച്ചിട്ടൊന്നും കറക്റ്റ് റിസൾട്ട് കിട്ടണമെന്നില്ല. അപ്പം ഇത് നല്ലപോലെ കളറായിട്ട് വരണമെങ്കിൽ ആഴ്ചയിൽ ഓരോ വട്ടം വീതം ഒരു മാസമെങ്കിലും നമ്മൾ അടുപ്പിച്ച് ചെയ്യണം. എൻ്റെ നരച്ചമ്പടി ഉണ്ടായിരുന്ന ഭാഗം നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ നരച്ച മുടിയുടെ കളറ് പിടിച്ചാണ് കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടോ? നമ്മൾ അടുപ്പിച്ച് ചെയ്യുമ്പോൾ ഈ കളർ നല്ലപോലെ മുടിയിൽ പിടിക്കും. ഇപ്പം നിങ്ങൾക്ക് നോക്കുവാണെങ്കിൽ കാണാം. ഇപ്പം മൈലാഞ്ചിയുടെ കളർ പിടിച്ചിട്ടുണ്ട് നരച്ച മുടിയിൽ. ഈ മൈലാഞ്ചിയുടെ ചെറിയ പൊടികളൊക്കെ മുടിയിൽ തന്നെ ഉണ്ടാവും. അത് ഉണങ്ങുമ്പോൾ ആകുമ്പോൾ പോക്കോളൂ കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ നോക്കുവാണെങ്കിൽ ഒരു മഷി പോലെ കളർ ഇളകുന്ന ഇങ്ങനെ കാണാൻ പറ്റും. കണ്ടത് മഷി പോലെ കളർ ഇളകിയിരിക്കുന്നത്. നമുക്ക് റൂട്ട്സിൽ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് മുടിയിലോട്ട് വരാം. അപ്പം മുടിയിൽ നല്ലോണം തേച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് കഴുകിക്കളയാം. ഹലോ, അപ്പം നീലാമ്പരിയും കൂടെ തേച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഭയങ്കര ഷോക്കായിട്ട് നിൽക്കുകയാണ്. കാരണം ഞാൻ എൻ്റെ മുടി നിങ്ങളിപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ടാണ്. എൻ്റെ കളർ ചെയ്ത മുടിയായിരുന്നു. എൻ്റെ കളർ ചെയ്ത മുടി നല്ല ബ്ലാക്ക് ആയിട്ട് മാറിയിട്ടുണ്ട്. ഞാൻ ഗ്രേ ഹെയറിനെ ബ്ലാക്ക് ആക്കാൻ വന്നിട്ട് ഇപ്പം എൻ്റെ മുടി ഫുൾ നല്ല ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. അപ്പം നമുക്കിനി എൻ്റെ മുടി കാണാം കേട്ടോ. അങ്ങൊക്കെ സ്ട്രാൻസ് ഉണ്ടെങ്കിലും എൻ്റെ മുടി ഞാൻ കഷ്ടപ്പെട്ട് കളർ ചെയ്ത മുടിയാണ്. ഇപ്പൊ നമുക്ക് നല്ല ബ്ലാക്ക് ആയിട്ട് കിടക്കുന്നു. അതിൽ അങ്ങൊക്കെ അതായത് കുറച്ചൊക്കെ മാത്രം ഒരു ഗ്രീനിഷ് ആയിട്ട് കിടപ്പുണ്ട്. ഇത് എത്ര ദിവസം കഴിയുമ്പോൾ ഇത് ഫെയ്ഡ് ആവുമെന്ന് എനിക്കറിയില്ല. ആക്ച്വലി എനിക്ക് മിക്സ്ഡ് ഫീലിംഗ് ആണ്. എൻ്റെ പൈസ പോയതിൻ്റെ ഒരു സങ്കടം ഉണ്ടെങ്കിൽ പോലും ഇങ്ങനെ ഒരു അതായത് ഇപ്പം നിങ്ങൾക്ക് കളറൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് ആ കളർ ചെയ്ത് ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു സൊല്യൂഷനാണ് കേട്ടോ ഇത്. അപ്പം നമുക്കിനി നമ്മുടെ ടാർഗറ്റ് നരച്ച മുടിയായിരുന്നല്ലോ. അപ്പം നമുക്കിനി നരച്ച മുടിയുടെ കളർ എങ്ങനെയായിട്ടുണ്ടെന്ന് നോക്കാം കേട്ടോ. ശരിക്കും എനിക്കിപ്പോൾ എനിക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. എൻ്റെ നരച്ച മുടി നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. ഇവിടെ എനിക്ക് കുറേ എനിക്ക് 1-2 ഒന്നും അല്ല കേട്ടോ, ഒരുപാട് നരച്ച മുടി ഉണ്ടായിരുന്നു. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ എനിക്കതങ്ങനെ ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇവിടെ ഒരു ഗ്രീനിഷ് ബ്ലാക്കിന് ക്ലോസ് ആയിട്ടുള്ളൊരു ഗ്രീനിഷ് കളർ താഴേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ വന്നാലും ചിലപ്പോൾ എൻ്റെ ബാക്കിയുള്ള മുടിയുടെ കൂടെ ഇരിക്കുന്നതുകൊണ്ട് അറിയാതെ ഇരിക്കുന്നതായിരിക്കാം. പക്ഷെ എന്തായാലും ഒരുപാട് വൈറ്റ് ഹെയർ ഉണ്ടായിരുന്നു. ഇപ്പോൾ ശരിക്കും അതിനെ കാണാൻ പറ്റുന്നില്ല. ഇവിടേക്ക് ഉണ്ടാകുന്നു. ഞാനിത് ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്തത്. ഹെന്ന ഇതിനു മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും നീലാമ്പരി വെച്ചിട്ട് ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്തത്. ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് 100% ആണ്. നിങ്ങൾ വെറുതെ ഡൈ ഒക്കെ വാങ്ങി യൂസ് ചെയ്ത് ഉള്ള മുടികൾ നരപ്പിക്കാതെ ഇച്ചിരി മെനക്കെട്ട് പണിയാണ്. കൈയൊക്കെ കണ്ടില്ലേ, അത് ഞാൻ ഗ്ലൗസ് യൂസ് ചെയ്തതിന് പ്രശ്നം വരത്തില്ലായിരുന്നു. കുറച്ച് ഗ്രീനിഷ് ആയിട്ടുണ്ട്. എന്നാലും ഇതൊരു നാളെ ഞാൻ 2 ദിവസം കൈ കഴിയുമ്പോൾ ഇതൊന്ന് പൊക്കോളും. അപ്പോൾ നല്ല നീലാമ്പരിയൊക്കെ നമ്മുടെ മുടിക്ക് വളരെ നല്ലതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ ഒരു കാര്യം ശരിക്കും നിങ്ങൾ എൻ്റെ മുടി കണ്ടാൽ തന്നെ അറിയാം നല്ല ഡ്രൈ ആണ്. നീലാമ്പരിയും കൂടെ ചേർത്ത് കഴിയുമ്പോൾ തന്നെ നല്ല റഫ് ആൻഡ് ഡ്രൈ ആണ്. അപ്പോൾ ഇങ്ങനെ മുടി ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ അറിയാം. അതുകൊണ്ട് നമ്മൾ ഇനി കുറച്ച് വെളിച്ചെണ്ണ തേക്കാൻ പോകണം കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ തേച്ച് നമുക്ക് മുടി ഒന്ന് സോഫ്റ്റ് ആയിട്ട് ഇടാം. വെളിച്ചെണ്ണ തേക്കുമ്പോൾ വേറൊരു കാര്യമുള്ളൂ, നമ്മുടെ കളറൊക്കെ ഒന്ന് നമ്മുടെ ഉള്ളിൽ തന്നെ നിർത്തി അതിനൊന്ന് കവർ ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് നമ്മുടെ വെളിച്ചെണ്ണ ഹെൽപ്പ് ചെയ്യും. വെളിച്ചെണ്ണ നിങ്ങൾക്ക് ഏത് ഓയിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ യൂസ് ചെയ്യാം കേട്ടോ. നമുക്കിനി വെളിച്ചെണ്ണ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഓയിലും കൂടെ അപ്ലൈ ചെയ്തപ്പോൾ മുടി നല്ല അടിപൊളിയായിട്ട് കിടക്കുകയാണ്. അപ്പോൾ എല്ലാവരും
കെമിക്കലിനോട് വായി പറഞ്ഞിട്ട് നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. ഓൾറെഡി പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ് യൂസ് ചെയ്യുക, അങ്ങനെ ഇന്ന ബ്രാൻഡൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന കാര്യങ്ങൾ യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ മുടി, ഇപ്പം പ്രീമച്വർ ഗ്രേയിങ് ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇത് നല്ലൊരു സൊല്യൂഷനാണ്. നിങ്ങൾക്കിത് ട്രൈ ചെയ്യാം കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് കരുതുന്നു. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ കമൻസോ ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ കമൻറ്റ് സെക്ഷനിൽ ആഡ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം ത്രൂ ഞങ്ങൾക്ക് മെസ്സേജ് അയക്കാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.